എല്ലാവർക്കും നമസ്കാരം. എളുപ്പത്തിൽ തക്കാളി രസം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി ഒരു ഗ്ലാസ് ചെറിയ ചൂടുള്ള വെള്ളത്തിലോ അല്ലെങ്കിൽ സാധാരണ നോർമൽ വാട്ടറിലോ ആദ്യം ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. ഇങ്ങനെ കുതിർത്തി വെക്കുന്ന സമയത്ത് പുളി ഒന്ന് ഉടച്ചിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ആ വെള്ളത്തിലേക്ക് പുളി പിടിക്കും. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം ഈ പുളി നമുക്ക് യൂസ് ചെയ്യാം. പത്തല്ലി വെളുത്തുള്ളി ചതയ്ക്കുന്ന കല്ലിലോ മിക്സിയുടെ ജാറിലോ ഇട്ട് കൊടുക്കാം. ചതയ്ക്കുന്ന കല്ലാണെങ്കിൽ വെളുത്തുള്ളി ആദ്യം ഒന്ന് ഇടിച്ചെടുക്കുക, ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് അതിൻ്റെ കൂട്ടത്തിലിട്ട് ഇടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലാണെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത ശേഷം ഒന്ന് വിപ്പ് ചെയ്തെടുത്താൽ മതി. ഇതിലേക്കൊരു 5 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് ഉണ്ടെങ്കിൽ അതും കൂടി പൊടിച്ചെടുക്കണം. ഞാനിവിടെ കുരുമുളക് പൊടി എടുക്കുന്നതുകൊണ്ട് തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ക്രഷ് ചെയ്ത കുരുമുളക് പൊടിയാണ്. അത്യാവശ്യം പഴുത്ത 3 തക്കാളി എടുക്കാം. രസം വയ്ക്കാനുള്ള പാത്രം ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നന്നായി ചൂടാവുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. നേരത്തെ ഇടിച്ചു വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ചെറിയുള്ളി, കുരുമുളക് മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു മിക്സ് നന്നായി വഴണ്ട് വരുമ്പോൾ അതിലേക്ക് 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് പൊടികൾ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. കുതിർത്തി വെച്ചിട്ടുള്ള പുളി പിഴിഞ്ഞ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പുളി വെള്ളത്തിൻ്റെ കൂടെ രസത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഏകദേശം ഒരു 3-4 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് നന്നായി തിളച്ച് വരുന്ന സമയത്ത് 1 ടീസ്പൂൺ കായപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഹോൾ കായം ചേർക്കുന്നവരാണെങ്കിൽ നേരത്തെ എല്ലാം വഴറ്റിയ സമയത്ത് കായം ഇട്ട് വഴറ്റി ചേർത്ത് കൊടുക്കാം. അപ്പോഴേക്കും വെള്ളം തിളക്കുമ്പോഴേക്കും അത് കറക്റ്റായിട്ട് അതിലേക്ക് അലിഞ്ഞൊക്കെ വന്നോളും. കായപ്പൊടി ചേർക്കുന്നവരാണെങ്കിൽ ലാസ്റ്റ് ഇതുപോലെ ചേർത്ത് കൊടുത്താലും മതി. ഇതിന് ശേഷം നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. 2 മിനിറ്റ് കൂടി തിളപ്പിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യാം. നല്ല ചൂട് ചോറും രസവും നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് കാണാം. അതുവരേക്കും താങ്ക്